ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇതുവരെ അച്ചാറിൻ്റെ റെസിപ്പീസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എരിവും മധുരവും പുളിയൊക്കെ ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. പൈനാപ്പിൾ അച്ചാർ വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇൻസ്റ്റൻറ്റ് അച്ചാറാണ്, നമുക്ക് തയ്യാറാക്കി ഉടൻ തന്നെ കഴിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കുന്നതൊക്കെ ആണെങ്കിൽ നല്ലെണ്ണയും എടുക്കാം, വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇഞ്ചി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 10-12 അല്ലി വെളുത്തുള്ളി ഞാനിവിടെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് 4 പച്ചമുളകാണ് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണമെന്നില്ല, വേണമെങ്കിൽ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൈനാപ്പിളിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അടച്ച് വെച്ചോണ്ടോ ഇല്ലെങ്കിൽ ഇതുപോലെ വഴറ്റിയെടുത്തോ നമുക്ക് പൈനാപ്പിൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ പൈനാപ്പിൾ ഇവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇൻസ്റ്റൻറ്റ് അച്ചാറാണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ വഴറ്റിയെടുത്ത് സോഫ്റ്റാക്കി എടുക്കുന്നത്. ഇല്ലെങ്കിൽ ഇത്രത്തോളം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു റോ സ്മെല്ലൊന്ന് മാറി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ്, അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. നല്ല കളർ കിട്ടും, എരിവും കുറവായിരിക്കും. അപ്പോൾ സാധാരണ മുളക് പൊടിയൊക്കെ ആണെങ്കിൽ ഇത്രത്തോളം ചേർക്കാൻ പാടില്ല, വളരെ എരിവായിരിക്കും, നമുക്ക് കഴിക്കാനേ പറ്റില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുത്തോളൂ. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കട്ടെ. മുളക് പൊടിയുടെ റോസ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ചെറിയൊരു കഷ്ണം പൈനാപ്പിൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ പുളിവെള്ളം 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തു. എന്നിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് 2 വലിയ കഷ്ണം വെല്ലം പൊടിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെല്ലം ചേർക്കാൻ വേണ്ടിയിട്ട് തീരെ താല്പര്യമില്ലെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി പുളിവെള്ളം നന്നായിട്ട് തിളച്ച് വരികയും വേണം, പിന്നെ വെല്ലം നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരികയും വേണം. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞതുപോലെ നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ പൈനാപ്പിൾ അച്ചാർ അങ്ങനെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 2 കഷ്ണം വെല്ലമാണല്ലോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് വെല്ലത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ അച്ചാറിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ കായം കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കായവും ഉലുവയും കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പൈനാപ്പിൾ മേടിക്കുമ്പോൾ എല്ലാവരും ഈ ഒരു അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ബിരിയാണിയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമ്മുടെ റെസിപ്പീസൊക്കെ കാണുക, ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്